പ്രത്യേകം നന്ദി. അടുത്ത് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീമതി ടി ജി അജിത ടീച്ചറാണ്. ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എന്ന് ഉറപ്പിച്ചു വിളിക്കുന്നു. കാരണം ഈ വൈകിയ സമയത്തും നാരായണ ടീച്ചറൊക്കെ പോകാൻ നിന്നതാണ്. എന്നാലും റീബയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഇരുന്നതിന് വളരെയേറെ നന്ദി പറയുന്നു. ഒരു കവിതാ പുസ്തകം ചർച്ച ചെയ്യേണ്ടി വരുന്ന ആളുകളാണ് നമ്മൾ. അതിന് സൗഭാഗ്യമാണെന്നോ അത് ഗതികേടാണെന്നോ പറയാൻ എനിക്കറിയില്ല. കാരണം അത്രയും സീരിയസ് ആയി എഴുതിയ, അത്രയും ഗൗരവതരമായി എഴുതിയ ഒരു കൃതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. റീബ ടീച്ചറിൻ്റെ 4ാമത്തെ കവിതാ സമാഹാരമാണ് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്നുള്ളത്. ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ തങ്ങളെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം സൂര്യന് നേരെ സൂര്യകാന്തി വിരിയുന്നതും, അല്ലെങ്കിൽ രാത്രിയിൽ ആമ്പലും, ചന്ദ്രന് ആമ്പലും, അല്ലെങ്കിൽ സൂര്യന് താമരയും, ആകാശത്ത് കാർമേഘം കാണുമ്പോൾ മയിലും പീലി വിടർത്തിയാടുന്നത്. മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന ഇതിൻ്റെ ആമുഖക്കുറിപ്പിൽ രാമകൃഷ്ണ മാഷ് പറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ മിണ്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ കേവലം ഒരു അസംഷൻ മാത്രമാണ്. മരങ്ങൾ മിണ്ടുന്നുണ്ടാകണം. വേരുകൾ കെട്ടിപ്പിടിക്കുന്നു ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞൊരു കവി നമുക്കുണ്ട്. അത്തരത്തിൽ മരങ്ങൾ മിണ്ടുന്നുണ്ടാകണം. അവർ അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടാകണം. നമ്മൾ മനുഷ്യർക്കത് മനസ്സിലാകാതെ ആകണം. അതൊരു തരത്തിൽ നല്ല കാര്യമാണ്. ഒരുപക്ഷെ മനുഷ്യർക്ക് മരങ്ങൾ മിണ്ടുന്നത് മനസ്സിലായിരുന്നുവെങ്കിൽ നാണം കെട്ടുപോയേനെ നമ്മൾ. അവരെന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നതെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. റീബ ടീച്ചർ ഈ സമാഹാരത്തിൻ്റെ തുടക്കത്തിൽ മായ ഏഞ്ചലോവിൻ്റെ വരികളാണ് ചേർത്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ ഐ വിൽ റൈസ്. വായുവിനെ പോലെ ഞാൻ ഉയരുമെന്നുള്ളത് ഈ പുസ്തകത്തിന് ഏറ്റവും ചേർന്നതും മായ ഏഞ്ചലോവിൻ്റെ വരികൾ തന്നെയാണ്. ഇത്രയേറെ സ്ത്രീ എന്ന ജന്മം കൊണ്ട് പോരാട്ടം നടത്തിയ മറ്റൊരു എഴുത്തുകാരി നമ്മുടെ ജീവിതത്തിലില്ല, നമ്മുടെ ലോകത്തില്ല. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ ദുരിത ലോകത്ത് പടവെട്ടിയവർ എന്നത് മാത്രമല്ല, ഒരു കറുത്ത സ്ത്രീ എന്ന നിലയിൽ കൂടി അവർ ഈ ലോകത്തോട് പടവെട്ടിയവരാണ്. ഐ നോ വൈ ദ കേജഡ് ബേർഡ് സിങ്സ് എന്ന് പറയുന്ന അവരുടെ കവിതയിൽ അവർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കൂട്ടിലിട്ടപ്പെട്ട അല്ലെങ്കിൽ കൂട്ടിലടയ്ക്കപ്പെട്ട ആ കിളി പാടുന്നതെന്ന് എനിക്കറിയാമെന്ന്. എത്രയോ തവണ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട്, എത്രയോ തവണ ലോകത്തിൽ നിന്നും നിഷ്കാസിതയായി അതിലും ഊർജത്തോടുകൂടി തിരിച്ചു വരുന്ന മായ ഏഞ്ചലോവ് എന്ന് പറയുന്ന ആ എഴുത്തുകാരിയുടെ വരികൾ റീബ ടീച്ചർ ഇവിടെ ആവിഷ്കരിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ വഴിയിൽ സഞ്ചരിക്കാൻ റിബയ്ക്ക് ഇത്രയേറെ ധൈര്യം കിട്ടുന്നത്. അതിജീവിക്കാൻ പഠിപ്പിച്ച ഉത്തരങ്ങളായിരുന്നു എനിക്ക് കവിത എന്നാണ് ആമുഖത്തിൽ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ ആയിരിക്കണം. പക്ഷേ ആ അതിജീവനം എന്ന് പറയുന്ന താൻ കണ്ടെത്തുന്ന ഇത്തരം ഉത്തരങ്ങൾ അനുഭവങ്ങൾ മാത്രമല്ല, ആ സ്വത്വത്തെ തേടിയുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്തലോ മാത്രമല്ല റീബ പോൾ എന്ന എഴുത്തുകാരിയെ സംബന്ധിച്ച് കവിത എന്ന് പറയുന്നത്. അവരുടെ നോട്ടം എല്ലായിടത്തും എത്തുന്നുണ്ട്. അവരാ കാഴ്ചകളിലൂടെ ലോകത്തെ മറ്റു ചിലത് കൂടി കാണിച്ചു തരുന്നുണ്ട്. നേരത്തെ മിനി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ സാക്ഷികളായ സർവ്വചരാചരങ്ങൾ, അതിൽ മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, തുമ്പികളുണ്ട്, ഇതെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ സാക്ഷികളാണ്, പലതിനും സാക്ഷികളാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, അനുഭവങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഇത്തരം വരികളിലൂടെ തൻ്റെ ജീവിത ചിന്തകളോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു എഴുത്തുകാരിയെയല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആകാശക്കണ്ണ് എന്ന കവിതയിൽ ആരോ കൊന്നിട്ട ആകാശം ഇപ്പോൾ തുറുകണ്ണ് മാത്രമായിരിക്കുന്നു എന്ന് കാണാനും, എങ്ങനെയാണ് കേസുകൾ പൂഴ്ത്തേണ്ടതെന്നും കാശിൻ്റെ തേറ്റയിൽ വിലപേശി കോർക്കേണ്ടതെന്നും രഹസ്യമെന്ന കവിതയിൽ അവർക്ക് കേൾക്കാനും, സ്വാതന്ത്ര്യത്തിൻ്റെ പൂട്ടു തുറക്കേണ്ടത് മനസ്സുകൊണ്ടാണെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്ന് വർണ്ണച്ചിറകുകൾ എന്ന കവിതയിൽ അവർക്ക് സന്തോഷിക്കാനും,
മുറിഞ്ഞ പച്ചയെ പശ ചേർത്തൊട്ടിക്കും മന്ത്രവിദ്യ പതറിത്തിരഞ്ഞറിഞ്ഞിരുന്നു ഞാൻ. ഇല്ല, മരം വെട്ടിയിട്ടും മറക്കുന്നില്ല ഞാൻ തൂങ്ങിയാടും 2 പെണ്ണുടുപ്പുകൾ എന്ന് സങ്കടപ്പെടാനും, മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ആകാശങ്ങളെയുള്ളൂ മനുഷ്യനെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്ന് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന കവിതയിലൂടെ അവർക്ക് തിരിച്ചറിയാനും സാധിക്കുന്നത്. മിക്കവാറും എല്ലാ കവിതകളെക്കുറിച്ചും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ പ്രമോദ് മാഷ് നേരത്തെ ഒന്ന് ചൂണ്ടിക്കാണിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയെക്കുറിച്ച് മാത്രം സംസാരിക്കാമെന്ന് കരുതുന്നു. അത് മറ്റൊന്നുമല്ല, അവസാനത്തെ ഇല എന്ന ഒരു കവിതയാണ്. ഒ ഹെൻറി എന്ന വിശ്വവിഖ്യാതനായ ഇംഗ്ലീഷ് ചെറുകഥാകൃത്തിൻ്റെ ദി ലാസ്റ്റ് ലീഫ് എന്ന ആ കഥയെ അവലംബിച്ചുകൊണ്ടാണ് ടീച്ചർ ആ കവിത എഴുതിയിരിക്കുന്നത്. ജോൺസി എന്നും സ്യൂ എന്നും പറയുന്ന 2 യുവ ചിത്രകാരികൾ, ആ ചിത്രകാരികളും അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ന്യൂമോണിയ ബാധിച്ച ജോൺസി എന്ന പെൺകുട്ടിക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ച ബർമൻ എന്ന ചിത്രകാരനുമാണ് ആ കഥയിലുള്ളത്. ഒരു തരത്തിൽ അത് ത്യാഗത്തിൻ്റേതാണെങ്കിൽ പോലും ദി ലാസ്റ്റ് ലീഫ് എന്ന്, അവസാനത്തെ ഇല എന്നാണ് ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും, ഈ ലീഫ് എന്ന അർത്ഥത്തിൽ നമുക്ക് താള് എന്നൊരർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ, ലാസ്റ്റ് പേജ് എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ, ബർമാൻ എന്ന ചിത്രകാരൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ പേജ് കൂടിയായിരുന്നു ആ ഒരു കവിത, അല്ലെങ്കിൽ ആ ഒരു കഥയുടെ അവലംബമായി വന്നിരിക്കുന്നത്. ആ കഥയോട് ചേർത്ത് ജോൺസിക്കും അല്ലെങ്കിൽ ജിവും ഒറ്റ താമസിക്കുന്നു. ജോൺസിക്ക് ന്യൂമോണിയ പിടിപെടുന്നു. ഗ്രീൻവിച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ന്യൂമോണിയ പിടിപെട്ട് മരണാസന്നയായി കിടക്കുന്ന ജോൺസിയുടെ അരികിലേക്ക് താഴത്തെ നിലയിൽ ജീവിക്കുന്ന ബർമാൻ എന്ന ഒരു ചിത്രകാരൻ, കുടിയനായ, മുടന്തനായ, കൂനിയായ, വിരൂപനായ ചിത്രകാരൻ എത്തുന്നു. ആ ചിത്രകാരൻ ചുമരിൽ വരച്ചു ചേർത്ത അവസാനത്തെ ഇലയായിരുന്നു ജോൺസിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ആ ഒരു കഥയുടെ ഗിസ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ ടീച്ചറുടെ അവസാനത്തെ ഇല എന്ന ഈ കവിത വായിക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് ഒരു റിലേഷൻ നമുക്ക് ആ 2 കൂടി കിട്ടും. ഒന്ന് മാത്രം വായിക്കാം. കാറ്റ് കൊണ്ടുവന്നത് അടച്ചിട്ട മുറികളിൽ നിന്നൊഴുകിയ പനിമണങ്ങൾ, നേർത്ത മിടിപ്പുകളിൽ കുതിർന്ന മരവിപ്പുകൾ, വിശപ്പുകളോട് പുറംതിരിഞ്ഞ ചത്ത മീൻ നോട്ടങ്ങൾ. ഗ്രീൻവിച്ച് വില്ലേജിൻ്റെ 4ാമത്തെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ 4ാമത്തെ നിലയിൽ ജോൺസി കിടക്കുന്നു. ഒന്നനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ പനിച്ച് തണുത്ത് ചത്ത മീൻ നോട്ടങ്ങൾ. ജോൺസിയെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞിരുന്നു, ശിവനോട് നിന്റെ കൂട്ടുകാരിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ലാത്തിടത്തോളം കാലം മരണം ആസന്നമായിരിക്കുന്നു. ആ ഒരു ആശയമാണ് വിശപ്പുകളോട് പുറംതിരിഞ്ഞ ചത്ത മീൻ നോട്ടങ്ങൾ. വഴികളുടെ ശൂന്യതയിൽ ഉറച്ച കാൽവെപ്പുകളെ നിറയ്ക്കാൻ പാകത്തിൽ മനസ്സിൽ ഒ ഹെൻറിയുടെ ചിത്രകാരനായ വൃദ്ധൻ നിറഞ്ഞു നിന്നു. ബർമൻ തൻ്റെ ജീവിതത്തിൻ്റെ എന്നെങ്കിലും ഒരിക്കൽ താൻ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കുമെന്ന് പറഞ്ഞ് ക്യാൻവാസ് എന്നേക്കുമായി ഒഴിച്ചിട്ട വൃദ്ധനായ ചിത്രകാരൻ, എനിക്കും അവസാനത്തെ ഇല വരയ്ക്കണം. ഇവിടെ എഴുത്തുകാരി, എനിക്കും അവസാനത്തെ ആ ഇല വരയ്ക്കണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പെർഫെക്റ്റായ മാസ്റ്റർ പീസ് അതെനിക്കും വേണം. കോരിയെടുത്ത ജീവൻ്റെ മിടിപ്പ് കയ്യുറകളെ ഭേദിച്ച് മനസ്സിൽ ദ്രുതതാളം തീർത്തു. പ്രതീക്ഷകളുടെ മിന്നൽ പാച്ചിലിൽ, ചത്ത മീൻ കണ്ണുകളിൽ കടൽ ജലത്തിൻ്റെ രുചികൾ, ചുണ്ടുകളിൽ നിശബ്ദം, നന്ദിയുടെ കുളിരല. ചിത്രകാരന്മാർ വരച്ചുകൊണ്ടേയിരുന്നാൽ ഇലകൾ വീഴുന്നേയില്ല, ആരും അവസാനിക്കുന്നേയില്ല. ആ ഒരൊറ്റ ഇല, ചുമരിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു ഇല, ശിവന്നൊരു പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒരു കുഞ്ഞ് വെളിച്ചമെങ്കിലും ബാക്കി വെച്ചിരിക്കണം നമ്മൾ. അത്തരം വെളിച്ചത്തെ തേടിയുള്ള ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ അത്തരം വെളിച്ചമാണ് റീബ ടീച്ചറെ മുന്നോട്ട് നടത്തുന്നത്. നമ്മൾ കാണുന്ന റീബ ടീച്ചർ എപ്പോഴും സന്തോഷവതിയാണ്. ഞാനെപ്പോഴും പറയും, ബബ്ലിങ് എന്നൊരു വാക്ക് ഏറ്റവും അധികം യോജിക്കുന്നത് ടീച്ചർക്കാണ്. ഇനിയും ഒരുപാട് എഴുതട്ടെ, എഴുതുന്നതെല്ലാം ഞങ്ങൾക്ക് വായിക്കാനാവട്ടെ.
നിരന്തരം എഴുതുക. ജീവിതം നമുക്കുള്ളത് കൂടിയാണ്, പെണ്ണുങ്ങൾക്ക് കൂടി. നന്ദി.